ഇത് മാസ് മോട്ടോഴ്സിൽ തന്നെ ഹോണ്ട ഷൈൻ വണ്ടി വർക്കിനായിട്ടുണ്ട്. നമുക്ക് നിലവിലതിനകത്ത് എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ ചെയിൻ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, പിന്നെ പെട്രോളിൻ്റെ ഒരു ലീക്ക് പറയുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു ശബ്ദ വ്യത്യാസം, കടകട സൗണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, സൗണ്ട് വ്യത്യാസം ഉണ്ട് നമുക്ക്. വണ്ടി ഓട്ടത്തിൽ കൃത്യമായിട്ട് നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഫോർത്ത് ഗിയറുകൾ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് ആണ് അതിൻ്റെ പ്രോബ്ലം വന്നതാണ് കേട്ടോ. ഈ ഗിയർ ബോക്സിൻ്റെ ഈ മെയിൻ ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഓൾറെഡി കംപ്ലയിൻ്റാണ്. അത്യാവശ്യം നമുക്കിത് റൊട്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ സൗണ്ട് മനസ്സിലാവുന്നുണ്ട്. ഞാനതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ച് സൈഡ് ഒന്ന് അഴിച്ചാണ്. പക്ഷേ നമുക്ക് ഈ ബെയറിംഗ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഴിച്ചായിട്ട് ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ബെയറിംഗ് അടിക്കുക. അതായത് എഞ്ചിൻ ഫുള്ളായിട്ട് പീസാക്കിയിട്ട് വേണം അത് ബെയറിംഗ് മാറ്റാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് പറയും. കാരണം ഇതിപ്പോൾ ആരംഭമാണ്, ഇനി കിടന്ന് ഓടുന്തോറും അത് കംപ്ലയിൻറ്റിലേക്ക് വരും. ഇപ്പോൾ തന്നെ ചില സമയങ്ങളിൽ നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം കാണുന്നുണ്ട്. പിന്നെ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഹബിൻ്റെ ഭാഗത്തായാലും ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ചെയിൻ സ്പോക്കറിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. ചെയിൻ പുതിയ ചെയിനാണ്, പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പുതിയ ചെയിനാണ്. ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ആ ബെയറിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആ സൗണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണം കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിൻ്റെ ഇരുന്നിരിക്കുന്നത്. ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ആമറോണിൻ്റെ ബാറ്ററി വണ്ടി ഇരിക്കണം കേട്ടോ. എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13.4 കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 9.32 വരുന്നുണ്ട്. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലച്ച് സൈഡ് അഴിക്കണം, ആ കംപ്ലയിൻറ്റ്സ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എഞ്ചിൻ ഓയിൽ മാറ്റണം. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയർ ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. സൈഡ് ഗ്രൂ നോക്കണ്ട, സെൻറ്ററിലോട്ടും പിടുത്തമില്ല. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ബ്രേക്ക് സൈഡിൻ്റെ ആയാലും ബ്രേക്ക് പാഡൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ബ്രേക്ക് കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിരുന്നുണ്ട്. പിന്നെ പെട്രോൾ ലീക്കിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇതിന് ഇരിക്കുന്ന കാർബറേറ്റർ പുതിയ കാർബറേറ്ററാണ്, സ്പാർക്കിൻ്റെ കാർബറേറ്റർ ഇരിക്കുന്നത്. നിലവിൽ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻസ് ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. ഓവർഫ്ലോൻ്റെ പ്രശ്നം അങ്ങനെ പ്രോബ്ലം വേറെ കാണുന്നില്ല. അതൊന്ന് ചെക്ക് ചെയ്തേക്കാം. എന്തെങ്കിലും വല്ല പെട്രോൾ പൈപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ ഇവ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. പക്ഷേ നിലവിൽ ഇവിടെ പൈപ്പിൻ്റെ ഭാഗത്തൊന്നും വേറെ ഡാമേജ് ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം. സർവീസിൻ്റെ ഈ എഞ്ചിൻ്റെ ഈ പ്രോബ്ലം, ഈ നിലവിലുള്ള കംപ്ലയിൻ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അഴിച്ചു മാറ്റിയാൽ തന്നെ അത് ക്ലിയർ ആവുള്ളൂ. ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കറക്റ്റ് ഈ ചില സമയങ്ങളിൽ ഈ ബെയറിങ് സ്റ്റക്കായി പോവാണ്. ഇപ്പോൾ സ്റ്റക്കാണ്, നമ്മളിപ്പോൾ അനക്കി വിട്ടാൽ ചില സമയങ്ങളിൽ സ്റ്റക്കാവുണ്ട്. നമ്മളിത് പിടിച്ച് തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് മനസ്സിലാവും. ആ സൗണ്ട് വ്യത്യാസം ഇത് കറകറാന്നുള്ള സൗണ്ട് ഇതൊന്നും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്ന് പറയാം. എഞ്ചിൻ ഫുള്ളായിട്ട് അഴിക്കേണ്ടി വരുന്ന വർക്കാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞ സമയം എടുക്കും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമുക്ക് വണ്ടി വെക്കാനായിട്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും തരും, അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ.